ഇങ്ങനെ വീട് വെക്കണം എന്നുള്ളതിൽ ഒരു കോൺസെപ്റ്റ് ആദ്യം ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ ഏകദേശം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് അമ്മ ഓരോ ന്യൂ കോൺസെപ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ വെട്ടം വരണം, നല്ല രീതിയിൽ എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ വരണം എന്നുള്ളൊരു ഐഡിയയിലോട്ട് കാര്യങ്ങളായി. അങ്ങനെ അമ്മ ആർക്കിടെക്ട്സായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ഈ ഫ്രണ്ട് ഏരിയ കുറച്ച് വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അവരുടെ ഒരു കോൺവെർസേഷൻ കൊണ്ട് എത്തിച്ചത്. അങ്ങനെ ഈ ഫ്രണ്ട് ഏരിയ ഫുള്ള് ഓപ്പൺ ഗ്ലാസ് ആക്കുക. അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ഏരിയയാണ്, ഈ വീടിൻ്റെ ഫേവറേറ്റ് സ്പേസാണ് ഇതിൻ്റെ ബെഡ്റൂം. കാരണം അതിന് ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് സ്ലൈഡിങ് ഡോറാണ് വരുന്നത്. അപ്പോൾ അത്രയും എയർ സർക്കുലേഷനും വെട്ടവും വരുന്നുണ്ട്. അപ്പോൾ ഈ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കാണുന്നൊരു മോർണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ ഒരു പ്ലസൻറ്റ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നതാണ്, ഒരിക്കലും പ്ലാൻഡ് ആയിട്ട് വന്നതല്ല. കംപ്ലീറ്റ്ലി നമ്മുടെ ആർക്കിടെക്ട്സ് ഡിസ്കസ് ചെയ്ത് എങ്ങനെയോ എത്തി വന്നു. ആ എത്തിയ ഏരിയ ബെറ്ററായി. ചില കാര്യങ്ങളിൽ ചില ഐഡിയാസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് ഞാൻ റീകോർഡർ ടീമുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ സജഷൻസും ഞാൻ മനസ്സിൽ വിചാരിച്ചതും വളരെ കറക്റ്റായിട്ട് വന്നു. ഈ വളരെ ലിമിറ്റഡ് സ്പേസിൽ ഇത്രയും നന്നായിട്ട് ചെയ്തതിൽ വളരെ അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ വീടിനകത്തെ ഏരിയ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഒരുപാട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് പക്ഷേ ടെക്സ്ചർ പെയിൻറ്റിങ് ആണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് പിന്നെ ക്ലാഡിങ് ആകാമെന്ന് എൻ്റെ ഒരു സജഷൻ ഞാൻ അവരോട് പറഞ്ഞു. സ്റ്റോൺ ക്ലാഡിങ് വരുന്ന ഹൈലൈറ്റഡ് ആയിട്ടുള്ള 2 ചോരുണ്ട്. അത് അത്രയും ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നു. ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാ രീതിയിലും വളരെ ഭംഗിയായിട്ടും വളരെ കംഫർട്ടബിളായിട്ടും ഈ പ്രോജക്റ്റ് കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്.